ദൈവമേ ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി ശാശ്വതമായ മൂർത്തി ശരണം ജഗന്നാഥ. എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധസാഗരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതിനൊക്കെ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഈ രോഗത്തിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണവും അതിനുള്ളൊരു ഔഷധവുമാണ് ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ അർബുദം ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അർബുദം 6 രീതിയിലാണെന്നും ആ 6 രീതിയിലുള്ളതിൽ ഇത് കണക്ക് വാദം കൊണ്ടും പിത്തം കൊണ്ടും കഫം കൊണ്ടും ത്രിദോഷം ദുഷിച്ചിട്ട് ഇത് കണക്ക് അസ്ഥിയും മാംസവും ത്വക്കും കൂടെ ദുഷിച്ച് 6 രീതിയിൽ ഈ അർബുദം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ മുഴകളായിട്ടും രക്തത്തിലും മാംസത്തിലും ഇങ്ങനെ 6 രീതിയിലാണ് ഈ അർബുദ ചികിത്സ അതിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആചാര്യന്മാർ. അതിലെ 1, 2, 3 ഘട്ടം വരെ, അതായത് 3 രീതിയിൽ വരെ 3 നില വരെ കടന്നു കഴിയുന്നത് വരെ നമ്മൾ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്നാണ് ആചാര്യനിഷ്ഠ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിച്ച് വേണം ചികിത്സിക്കാനെന്ന്. അങ്ങനെ ചികിത്സിക്കുന്ന രീതിയിൽ നമ്മൾ ഏത് ശാസ്ത്രത്തിലായാലും, അതായത് അലോപ്പതിയിലായാലും ഹോമിയോയിലായാലും മറ്റ് ഏത് ആയുർവേദത്തിലായാലും, അങ്ങനെ ആയുർവേദത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതിൽ ചികിത്സിക്കുന്നെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ഒത്തിരി പേർക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു മുഖ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ കൂടുതലും നമ്മുടെ ദിവസങ്ങളിലുള്ള ആഹാര വിഹാരാദികളിൽ നിന്നും ഒക്കെയാണ് നമുക്കിത് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ആഹാര വിഹാരാദികളിൽ നിന്നുണ്ടാകുന്നതും നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ശൈലിയിലുള്ള മാറ്റങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ 100-100 പരം കാര്യങ്ങൾ ഇതിൽ നമുക്കിതുണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിന് ഇപ്പം നമുക്ക് സാധാരണ ഇതുണ്ടാകുകയാണെങ്കിൽ, ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ചികിത്സിക്കാനുള്ള മെത്തേഡിൽ നടക്കുമ്പോൾ നമുക്ക് ഇത് കണക്കുള്ള ഒരു മരുന്നുണ്ടാക്കി ഇത് 3 കൂടെ ചേർത്തിട്ട് നമ്മളുണ്ടാകുന്ന ഈ ഒരു സൂക്ഷ്മ ചൂർണ്ണമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പം ഈ സൂക്ഷ്മ ചൂർണ്ണം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതും ഗുണവുമായിരിക്കും. ഇനി ഉണ്ടായില്ലെങ്കിലും ഇത് കഴിക്കാൻ, അത് പ്രതിരോധിക്കാനും നല്ലതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഇതിൻ്റെ പേരാണ് നോനി. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാനൊക്കുന്നു. ഇത് നോനി, അതിൻ്റെ കായ, നോനിയുടെ ഇല, അങ്ങനെയുള്ള സാധനമൊക്കെയാണ്. അപ്പം കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ ഒക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ നോനി അതുപോലെ തന്നെ ഇതിൻ്റെ പേരാണ്, ഇതാണ് ലക്ഷ്മി തരൂരെന്ന് പറയും. ഈ ലക്ഷ്മി തരൂര് അത് കണക്ക് തന്നെ ഈ ഏറ്റവും ഇത് രണ്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ എപ്പോഴും ഉണ്ടാകുന്ന നിത്യകല്യാണി എന്ന് പറയും. ഈ നിത്യകല്യാണിയും തരൂരും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക്, അതായത് വിഷ്ണു തരൂർ, അത് ഞാൻ തരൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നേതാവുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ തരൂരും ഈ പറഞ്ഞ നോനിയും ഇത് 3ഉം അതിൻ്റെ കൂടെ മുള്ളാത്ത ഇതിൻ്റെ സമം, ഇതിൻ്റെ നീരെടുത്തും ഇത് തന്നെ അരച്ച് ഉണക്കിയും ഒരു ചൂർണ്ണം ഉണ്ടാക്കാറുണ്ട്. അത് ശതാവരി കിഴങ്ങ് നീരിലുണ്ടാക്കിയാൽ ഇച്ചിരിയും കൂടെ മെച്ചമായിരിക്കും. അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലുണ്ടാകാവുന്ന ഈ അർബുദ രോഗങ്ങൾക്കും മുഴകൾക്കും അത് കണക്കുള്ള ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും ഒക്കെ ഏറ്റവും നല്ലൊരു സിദ്ധ ഔഷധമായിട്ട് ആയുർവേദം നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഭസ്മമുണ്ട്, സ്ഫുടം ചെയ്ത് ഭസ്മം എടുക്കുന്നു. അങ്ങനെ ഒരു നല്ല ആചാര്യൻ്റെ നിഷ്ഠയോടുകൂടി ഇത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അർബുദത്തെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ ഒക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും കഴിക്കുമാറാകണമെന്ന് പറയുന്നതോടുകൂടി ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഞാൻ എൻ്റെ ഫോണിന് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം. അതായത് അതിൻ്റെ ഒന്നെന്ന് പറഞ്ഞാൽ 99 61 87 62 95. അടുത്ത നമ്പർ ഞാൻ പറയാം. സോറി, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ നമ്പർ തെറ്റാണ്. 62 38 49 76 07 ഈ നമ്പറാണ് ഒന്ന് കറക്റ്റ്. രണ്ടാമത്തെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
91 67 62 അപ്പോൾ ഈ 2 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ പേര് വേണുനാഥൻ വൈദ്യൻ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഞാനുമായിട്ട് പിന്നെ ആശയവിനിമയം നടത്താനും അത് കണക്ക് തന്നെ എന്നിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാനും, അങ്ങനെ നിങ്ങളുള്ള അറിവ് എനിക്ക് പകർന്നു തരാനും നിങ്ങളെല്ലാവരും ശ്രമിക്കുമാറാകണം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമ്മുടെ ഈ പിന്നെ ആയുർവേദ പിന്നെ ഇത് കണക്കുള്ള പാരമ്പര്യ രീതിയിലുള്ള എല്ലാ ചികിത്സകളെയും എല്ലാ നാട്ടുകാരും പ്രോത്സാഹിപ്പിക്കുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നന്ദി.